نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എപ്പോഴുമുള്ള ജാഗ്രത, കഠിനമായ പ്രയത്നം, പരിശ്രമം അതെപ്പോഴും എന്നും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ കരീമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു മാ കാന ലഹുൽ ഖിയറ സുബ്ഹാനല്ലാഹി വ തആല അമ്മാ യുശ്രികൂൻ. നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. അവൻ പങ്കു ചേർക്കുന്നതൊക്കെയും അധീനതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ തിരഞ്ഞെടുക്കും. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അഹ്കാമുകൾ, ഹുക്കുമുകൾ നമുക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകമായ ഹുക്കുമുണ്ടാക്കാൻ അധികാരമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയാതകനാണ്. അവനെ എല്ലാ രൂപത്തിലും പങ്കുചേർക്കുന്നൊക്കെ അതീതനാണ്. നമുക്കറിയാം, ഇമാം അഹ്മദ് റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിലും, ഇമാം അബീ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിലും, ഇമാം നസായി അവിടുത്തെ സുനനിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്. മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങൾ പോലെ മറ്റൊരു ദിവസമില്ല, വേറെ ഒന്നില്ല. കാരണം ഏതാണ് ദിവസം? ഈ വരുന്ന ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്, നിങ്ങൾ തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും വർദ്ധിപ്പിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങൾ പോലെ വേറെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രത്തോളം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ആദിൽ അയ്യാമിൽ അശ്ർ. ദിവസങ്ങളിൽ ഒരു ദിവസവുമില്ല അവയിൽ സൽക്രമങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഈ 10 ദിവസങ്ങളെക്കാൾ എന്നാണ്.
മറ്റൊരു ദിവസമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സൽക്രമങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട്. അത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഉണ്ടല്ലോ, അത് അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? ഈ ദിവസങ്ങളിൽ ഇല്ലാതെ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ വരുന്ന ജിഹാദുകൾ അത് അള്ളാഹുവിന് ഇഷ്ടമല്ലേ? ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം പുണ്യം, പരിശുദ്ധി, മഹത്വം താങ്കൾ പറഞ്ഞല്ലോ. എന്നാൽ മറ്റു ദിവസങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമുണ്ടല്ലോ, അത് ഇതിനേക്കാൾ മഹത്തരമല്ലേ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഈ ദിവസങ്ങൾക്കുള്ള മഹത്വമില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. അതേ, ഒരാൾ യുദ്ധത്തിന് പോയി അയാൾ ഷഹീദായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? അതിൻ്റെതായ ഫദലുണ്ട്, മഹത്വമുണ്ട്. എന്നാൽ അയാളെ രക്തസാക്ഷിത്വം വഹിച്ചില്ല, ആ രൂപത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ആ യുദ്ധത്തിനല്ല അയാളെ സംബന്ധിച്ചിടത്തോളം മഹത്വം, ഈ ദിവസങ്ങൾക്കാണ് എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ ഒരു ദിവസമാണ് ഈ ദിവസം. വൽ ഫജ്ർ വലിയാലിൻ അശ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫജ്ർ തന്നെയാണ് സത്യം, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലും സത്യം ചെയ്തു പറഞ്ഞ, അവന്റെ സൃഷ്ടികളെ വിളിച്ചു പറഞ്ഞ് സത്യം ചെയ്തു പറഞ്ഞ വാക്കുകളുണ്ട്. ഇപ്പോ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ആദിയാത്തി ലബ്ഹ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ്, കുതിര തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തീനി വസൈത്തൂൻ വതൂരി സീനീൻ, സീനാ പർവ്വതിയും അത്തിയും ഒലീവും അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാഷ്ട്രം തന്നെയാണ്, ഈ നാട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലുഹ, പൂർവാനം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് അത് ശാന്തമാകുമ്പോൾ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളെ സൂചിപ്പിച്ച് സത്യം ചെയ്യാം നമുക്ക് പാടുള്ളതല്ല, അത് ശിർക്കും കുഫറുമാണ്. അള്ളാഹുവിന് വിധിവിലക്കുകളില്ല, അവന് രാവും പകലുമില്ല, സമയമില്ല, അവന് വിധിവിലക്കുകൾ നിശ്ചയിച്ച നിയാതകനാണ്. എന്തിനാണ് പ്രത്യേകം സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സത്യം ചെയ്യാനുണ്ടാകുന്ന കാരണം? ആ സത്യം ചെയ്യപ്പെടുന്ന സൃഷ്ടികളുടെ കാലത്തിന്റെ, സമയത്തിന്റെ, ദിവസങ്ങളുടെ മഹത്വം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗാംഭീര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ഫജ്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ മഹത്വമുണ്ട്. ഏതൊരു മനുഷ്യനും അല്പം രാവിലെ പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റാൽ, ഒരു 4:30 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ്, ഒരു സമാധാനമാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമമാണ്, പകലിന്റെ തുടക്കത്തിന്റെ ആരംഭത്തിന്റെ സമയവുമാണ്. അപ്പൊ ഫജ്റിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജ്റിലെ 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അത് ദുനിയാവിലുള്ള ഏതൊരു കാര്യത്തെക്കാളും എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായ സംഗതിയാണ്. അപ്പോൾ ഫജ്റിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞു. അതുപോലെ പറഞ്ഞു വലിയാലിൻ അശ്ർ, 10 രാത്രി തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 രാത്രി? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ളൊരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. വൽ മുറാദു ബി അശ്റു സിൽഹിജ്ജ, ഈ 10 രാത്രി സത്യം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 10 രാവുകൾ അത് സിൽഹിജ്ജ മാസത്തിലെ ദിവസങ്ങളാണ്. 1 മുതൽ 10 വരെയാണ്. കമാ ഖാലു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞതുപോലെ, സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ, വ ഇബ്നു സുബൈർ, ഇബ്നു സുബൈർ പറഞ്ഞതുപോലെ, വ മുജാഹിദ് വ ഗൈറുഹും വാഹിദ് മിന സലഫ് വൽ ഖലഫ്, സലഫിൽ നിന്നും ഖലഫിൽ നിന്നുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. തഫ്സീർ ഖുർതുബിയിൽ കാണാം വലിയാലിൻ അശ്ർ ഐ ലയാലിൻ അശ്രി മിൻ സിൽഹിജ്ജ, അത് സുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. വകദാ ഖാല മുജാഹിദ് വസുദ്ദിയു വകൽബിയു ബിഖൗലിഹി വലിയാലിൻ അശ്രി വ അശ്റു സിൽഹിജ്ജ വഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞതുപോലെ, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, സഹാബികൾ പറഞ്ഞതുപോലെ. ഏതാണത് ആ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ? അത് സിൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങളാണ്. സഹോദരന്മാർ, എന്തുകൊണ്ടാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഅ്ളമു അയ്യാമിദ് ദുനിയ, അഅ്ളമു അയ്യാമിദ് ദുനിയ, ദുനിയാവിലെ നാളുകളിൽ ഏറ്റവും മഹനീയമായ നാളുകൾ. സുബ്ഹാനല്ലാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവിലെ നാളുകളിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ദുനിയാവിലെ നാളുകളുണ്ടല്ലോ, ആ നാളുകളിൽ ഏറ്റവും മഹനീയമായ നാളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. കാരണം എന്ത്? അതിൽ സൽപ്രവർത്തികൾ എമ്പാടുമുണ്ട്. അതിൽ ഹജ്ജുണ്ട്, അതിൽ ഉംറയുണ്ട്, അതിൽ ഉളുഹിയുണ്ട്, നോമ്പുണ്ട്, ഇതര സൽക്രമങ്ങളൊക്കെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞു, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കരീമിൽ പറഞ്ഞു, വയസ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിശ്ചിത ദിവസങ്ങളിൽ, അയ്യാമിൻ മഅലൂമാത്തിൽ, നിശ്ചിത ദിവസങ്ങളിൽ, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ അയ്യാമും മഅലൂമാത്തും അതുപോലെ തന്നെ അയ്യാമും മഅദൂദാത്തും? ഇബ്നു അബ്ബാസ് പറയാണ്, അയ്യാമുൽ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുത് തശ്രീഖ്, വ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ഈ 10 ദിവസങ്ങളാണ്. അയ്യാമുത് തശ്രീഖ് ഉണ്ട്, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളൊക്കെ ഏതിൽപ്പെട്ടതാണ്? അയ്യാമുത് തശ്രീഖിൽപ്പെട്ടതാണ്. അയ്യാമുത് തശ്രീഖിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നഹാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമിഹാ, അതിൽ നോമ്പ് നോക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നാണ്. 11, 12, 13, 10 അത് വേറെ കാര്യം. നോമ്പ് നോൽക്കാൻ വേണ്ടി പാടുന്നില്ല. തസൂമു ഹാദിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. അയ്യാമു അക്ലിൻ വശുർബിൻ, അത് തിന്നുവാനുള്ളതും കുടിക്കാനുള്ള ദിവസങ്ങളാണ്, ഇതിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ ദിവസങ്ങൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്, പവിത്രതയുണ്ട്, ഫളിലുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തിൽ ചിഹ്നങ്ങളെ അവൻ നിശ്ചയിച്ചു, അവൻ അറിയിച്ചു. ഇനി ആ മതചിഹ്നങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണം, എങ്ങനെ മുതലെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ദാലിക വമൻ യുഅല്ലിമു ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആരാണ് ബഹുമാനിക്കുന്നത്, അത് അയാളുടെ തഖ്വയുടെ, പടച്ചവനെ കുറിച്ചുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ, അവനെ പറ്റിയുള്ള യഥാർത്ഥ ഭയത്തിന്റെ ദർശനമാണ്, നിദർശനമാണ്, അടയാളമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആരാണ് ബഹുമാനിക്കുന്നത്, അത് തഖ്വയുടെ അടയാളമാണ്, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ അടയാളമാണ് എന്നാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് നമ്മിൽ നിന്ന് ഉയരുന്നത് എന്താണ്? നമ്മുടെ തഖ്വയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തയും വികാരവുമാണ്. അതുകൊണ്ടാണ് ബലിവർഗത്തിന്റെ ഉളുഹിയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ ബലിയറുത്താൽ, നിങ്ങൾ ഉളുഹിയ ചെയ്താൽ, നിങ്ങൾ ഉളുഹിയ സമർപ്പിച്ചാൽ, നിങ്ങളുടെ ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിലേക്ക് എത്തുകയില്ല. അല്ലാഹുവിലേക്ക് എത്തുന്നാകട്ടെ നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. അപ്പൊ ഉളുഹിയ വന്നു. അപ്പൊ അപ്പുറത്തെ പള്ളി കമ്മിറ്റിന്റെ കൂടിയാൽ നമ്മൾ ഉളുഹിയ ഇറക്കുമ്പോൾ കുറേ ആൾ അറിയും, അവിടെ വലിയൊരു പോത്തിന് ഇറക്കുന്നുണ്ട്, അവരെ കൂടെ ഷെയർ കൂടിയാൽ നാട്ടുകാർ മുഴുവനും അറിയും എന്നതാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ അതാണ് അല്ലാഹുവിലേക്ക് എത്തുക. അതല്ല ആരും അറിയാനൊന്നില്ല, ഞാൻ ഈ ഒരു സംഘത്തിന്റെ ഒപ്പം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തനിയെ ഇറക്കുന്നുണ്ട്, എനിക്കിത് കുറച്ച് ആൾക്കാർക്ക് വിതരണം ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന നിയത്താണ് ഒരാൾ വെച്ചു പുലർത്തിയെങ്കിൽ ആ നിയത്താണ് അല്ലാഹുവിലേക്ക് ഉയരുക. മറിച്ച് നമ്മൾ അറക്കുന്ന രക്തമോ മാംസമോ തൊലിയോ അതൊന്നും അല്ലാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മനസ്സ് അല്ലാഹു നിശ്ചയിച്ച് സമയങ്ങളോട്, സന്ദർഭങ്ങളോട്, ദിനങ്ങളോട്, രാവുകളോട് എങ്ങനെ സമീപിക്കുന്നു എന്നത് മുഖ്യമാണ്. അത് ഓരോരുത്തരും ആലോചിക്കേണ്ട, ഉറ്റാലോചിക്കേണ്ട മുഖ്യമായ പരമപ്രധാനമായ സംഗതിയാണ് എന്നാണ്. ഇപ്പൊ ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ ഏറെയാണ്, സൽപ്രവർത്തികൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. അൽ അമലുസ് സാലിഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ അമലുസ് സാലിഹുകൾ വർദ്ധിപ്പിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമലുസ് സാലിഹ് ധാരാളമാണ്.
ഇപ്പൊ നിസ്കാരം നിർബന്ധ നിസ്കാരമുണ്ട്, ഐച്ഛിക നിസ്കാരമുണ്ട്, ഇനി ജമാഅത്ത് നിസ്കാരമുണ്ട്. ജമാഅത്തിൽ തന്നെ ഒന്നാം സഫിൽ സ്ഥാനം പിടിച്ചുകൊണ്ടുള്ള നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ സിക്റുകൾ, സലാത്തുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, നോമ്പ്, സദക്ക, ഉളുഹിയ, ഹജ്ജ്, ഉംറ, ഈ ദിവസങ്ങളിൽ ഒരുപാട് സൽക്രമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ സഹോദരന്മാരെ, കുല്ലുൻ നാസി യഖ്ദൂ, എല്ലാ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫബായുൻ നഫ്സഹു, ഈ പ്രയാണത്തിൽ സ്വന്തത്തെ അവൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. ചിലർ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ട്, ചിലർ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നശിപ്പിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 40 വയസ്സായാലും 50 വയസ്സായാലും ഇനി തിരിച്ചു വരവില്ല. 60 വയസ്സായാൽ ഇനി 40 വയസ്സിലേക്കുള്ള ഒരു തിരിച്ചു വരവില്ല. എവിടത്തേക്കാണ് പോകുന്നത്? ഖബർസ്ഥാനിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഓരോ സെക്കൻഡുകളും ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സമയം, ഈ മെയ് 30-നാണ് എന്റെ മരണമെങ്കിൽ അത് സംഭവിച്ചിരിക്കും, ഡിസംബർ 1-നാണ് എന്റെ മരണമെങ്കിൽ അത് സംഭവിച്ചിരിക്കും, ഒക്ടോബർ 10-നാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചതെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അപ്പൊ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? വളരെ തുച്ഛമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെ സെക്കൻഡ് അവനിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ചിലർ സ്വന്തത്തെ നശിപ്പിക്കുന്നവരുണ്ട്, ചിലർ സ്വന്തത്തെ മോചിപ്പിക്കുന്നവരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ, നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ, അതിനതിൻ്റെതായ ഗൗരവം കൊടുത്ത് ഇബാദത്തുകൾക്ക് മുഖ്യം കൊടുക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നിസ്കാരത്തിന് പല നിസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, സുജൂദുകൾക്ക് വലിയ മഹത്വമുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ സുജൂദ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഒരു നന്മ രേഖപ്പെടുത്തി വെക്കും. വമഹാ അൻഹു ബിയാസയ്യ, ഒരു പാപം അയാളിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും. അങ്ങനെയല്ലാതെ ഒരാൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നില്ല എന്നാണ്. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ഒരു നന്മ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഒരു തിന്മ അയാളിൽ നിന്ന് മായ്ച്ചു കളയുന്നുണ്ട്. വറഫഅ ലഹു ബിഹാ ദറജ, ഒരു പദവി അയാൾക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഫസ്തക്സിറൂ മിനസ് സുജൂദ്, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കുവീൻ എന്നാണ്. സുജൂദ് വർദ്ധിപ്പിക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സൗബാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക ബികസറത്തി സുജൂദ്, താങ്കൾ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുക എന്നതാണ്. താങ്കൾക്ക് സുജൂദ് ഉണ്ട്, അലൈക ബികസറത്തി സുജൂദിലില്ല, അതെ അള്ളാഹുവിലേക്കുള്ള എടുക്കുക സുജൂദ് ചെയ്തുകൊണ്ട്. ഫഇന്നക ലാ തസ്ജുദുല്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ വഖത്ത അൻഹാ ബിഹാ അൻക ബിഹാ ഖതിയ. അതെ, താങ്കൾ സുജൂദ് ചെയ്യുന്നില്ല എങ്ങനെ? ഒരു പദവി ഉയർത്താതെയും ഒരു പാപം താങ്കളിൽ നിന്ന് മായ്ക്കാതെയും എന്ന ഓട്ടോമാറ്റിക് യാന്ത്രികമായ സുജൂദല്ല, അള്ളാഹുവിന് വേണ്ടി ഓർത്തുകൊണ്ടുള്ള ഒരു സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു നന്മകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുന്നുണ്ട്. അപ്പൊ നിസ്കാരം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഫർദ് നിസ്കാരത്തിന്റെ കൂടെ റവാത്തിബ് സുന്നത്തുകളുണ്ട്. ഇപ്പൊ ളുഹറിന് മുമ്പ് 4 ഉണ്ട്, ളുഹറിന് ശേഷം 2 ഉണ്ട്, സുബഹിക്ക് മുമ്പ് 2 ഉണ്ട്, മഗ്രിബിന് ശേഷം 2 ഉണ്ട്, ഇശാക്ക് ശേഷം 2 ഉണ്ട്. ഇങ്ങനെയുള്ള ഐച്ഛികമായ നിസ്കാരങ്ങൾ പതിവാക്കണം. അതുപോലെ തന്നെ എല്ലാ ബാങ്കിന്റെയും ഇക്കാബത്തിന്റെയും ഇടയിൽ കഴിയുന്നവർക്ക് സുന്നത്ത് നിസ്കരിക്കാം. അസറിന് മുമ്പ് 4 ഉണ്ട്, ഈ ഐച്ഛികമായ രൂപത്തിൽ പെടാത്ത. അതുപോലെ തന്നെ ളുഹാ നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്. ഐച്ഛികമായ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നോമ്പ്, തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. നമ്മുടെ മറ്റുള്ള ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ അറബി മാസവും 13, 14, 13, 14, 15. അത് ദുൽഹിജ്ജയിലല്ല, അത് സ്ഥിരമായി നോക്കുന്നവർക്ക് നോക്കാമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു, ബഅദല്ലാഹു വജ്ഹു അൻ 70 ഖരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തെ അകറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി നോമ്പ് നോറ്റതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. 1 മുതൽ 9 വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നോമ്പ് നോറ്റിരുന്നു. അങ്ങനെ എന്നൊരു തർത്തീബ് വന്നിട്ടില്ല. എന്നാൽ ഒരാൾക്ക് സുന്നത്താണ് അമലു സാലിഹ് എന്ന് പറഞ്ഞല്ലോ,
ആ അമലുസാലിയെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ദിവസങ്ങളാണ് ഈ ദിവസം എന്ന് കണക്കാക്കി അയാൾക്ക് ഏത് ദിവസവും ആ ദിവസങ്ങളിൽ നോമ്പ് നിൽക്കാം. കാരണം അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 യൗമു അറഫ, ആ അറഫയിൽ നോമ്പ് നോൽക്കൽ അങ്ങേയറ്റത്തെ പുണ്യമുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു ബലിയ മുസ്തഹബ്ബത്തുൻ ഇസ്തിഹ്ബാബൻ ഷദീദ, മറിച്ച് ഈ ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ്. ലാ സിയമൻ താസിയു മിൻഹാ, പ്രത്യേകിച്ച് അതിൽ 9 എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ദുൽഹിജ്ജ 9 അറഫയാണ്. അറഫ ദിനത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വസൂഇല അൻ സൗമി യൗമി അറഫ. അറഫ ദിനത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുകഫിറു സനത്തുൽ മാളിയ വൽ ബാക്കിയ, ഒരു മുമ്പേ വരുന്ന ഒരു വർഷത്തെ, അതുപോലെ തന്നെ പിൻപേ പോയ ഒരു വർഷത്തെ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 9 നോമ്പിനെ പറ്റി മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ മിൻ യൗമിൽ അറഫ, അറഫ ദിനത്തെക്കാളേറെ അല്ലാഹു കൂടുതൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറഫയിലെ ദിവസം ദുൽഹിജ്ജ 9 നോമ്പ് നിൽക്കണം. അതും അങ്ങേയറ്റത്തെ പവിത്രമുള്ള നോമ്പാണ്. ദുൽഹിജ്ജ 10 ഒരു മനുഷ്യൻ ചെയ്യുന്ന നിർവഹിക്കുന്ന മറ്റൊരു സൽക്കർമ്മമാണ് സഹോദരന്മാരെ ഉളുഹിയ എന്ന് പറയുന്നത്. അൻസർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, അൻസർ റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ വന്ന് 10 വർഷം ഞങ്ങളെ കൂടെ മദീനയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ 10 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അനസ് ബിൻ മാലിക്കാരാണ്, അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. അദ്ദേഹം പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ 10 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളിഹിയ കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഉളിഹിയ വാജിബാണോ? അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഏറ്റവും പ്രബലമായ സുന്നത്താണ് എന്നാണ്. ഇപ്പൊ നമുക്കറിയാം ജാമി തുർമിദിലെ ബാബു ദലീലി അല അന്നൽ ഖുദിയ സുന്നത്തുൻ എന്ന് പറഞ്ഞൊരു ബാബ് തന്നെ കാണാൻ സാധിക്കും. കിതാബുൽ അലാഹി ജാമി തുർമിദിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ തന്നെ ഒരു ബാബ്, അതായത് ഉളിഹിയ സുന്നത്താണ് എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, സഹാബിയായ ഇബ്നു ഉമറിനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കാൻ റജുലുൻ സഅല ഇബ്നു ഉമർ അനിൽ ഖുദിയ ഔ വാജിബത്തുൻ ഹിയ, അത് നിർബന്ധമാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ ഉളിഹിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളിഹിയ ചെയ്തിട്ടുണ്ട്, സഹാബികൾ ഒന്നടങ്കം ഉളിഹിയ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യകർത്താവിന് സമാധാനം ഉണ്ടല്ലോ, അത് നിർബന്ധമാണോ? അയാൾ തിരിച്ചു ചോദിച്ചു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒന്നടങ്കം ഉളിഹിയ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിനക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല അല്ലേ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുക. സഹാബികൾ എല്ലാവരും ഉളിഹിയ ചെയ്തിരുന്നു എന്നത് നിനക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാർ, ഉളിഹിയ നിർബന്ധം എന്ന ഹുക്മ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ചില ഹദീസുകൾ അത് എല്ലാവരുടെ മേലും നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നില്ല. പക്ഷെ എന്താണ്? അത് സുന്നത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ്. അന്നൽ ഉളിഹിയത ലൈസത ബിവാജിബ, അത് നിർബന്ധമല്ല. വലാകിന്നഹാ സുന്നത മിൻ സുനനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്തഹബ്ബു അൻ യുഅമലു ബിഹാ. സുഫിയാൻ സൗരി അതുപോലെ തന്നെ ഇബ്നു മുബാറക് പോലെ വലിയ പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ്? അത് അങ്ങേയറ്റത്തെ സുന്നത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ്. നമുക്കറിയാം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും എന്നിട്ട് നഹർ ചെയ്യുകയും ചെയ്യുക, ബലിയർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുക എന്നാണ്. ബലിയർപ്പിക്കുക, പെരുന്നാൾ നിസ്കരിച്ച് ബലിയർപ്പിക്കുക, അങ്ങനെ ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഉളിഹിയ ചെയ്യാൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ച ആൾക്കാരുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ ദഖലത്തുൽ അശ്ഹറു വ അറാദ അഹദുകും അൻ യുളഹിയ, ഉളിഹിയ നിശ്ചയിച്ച അങ്ങനെ കരുതുന്ന ആൾക്കാർ ദിൽഹിജ്ജ 1 പ്രവേശിച്ചാൽ ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ശൈഅ, അതെ അവന്റെ തൻ്റെ ശരീരത്തിൽ നിന്ന്, മുടിയിൽ നിന്ന്, ചർമ്മത്തിൽ നിന്ന് യാതൊന്നും എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സൽമ പറയാണ്, അവർ പറയാണ് ഇദാ ദഖൽ അശ്ർ വ ഇൻദ ഉളിയത്തുൻ യുരീദു അൻ യുളഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളിയ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ദിൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ ഫലാ യഖുദുന്ന ശഹ്റൻ,
വലാ യൽകിമന്ന ളുഫ്റ, മുടിയെടുക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദുൽഹിജ്ജയ്ക്ക് കൊടുക്കുന്ന പവിത്രത ആ രീതിയിൽ കൊടുത്തുകൊണ്ട് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഈ ദുൽഹിജ്ജ ഈ മാസത്തിൻ്റെ പവിത്രതയായിട്ട് ആ മാസത്തെ എണ്ണപ്പെടാനുള്ള കാരണം ആ മാസത്തിൽ നടക്കുന്ന ഹജ്ജ് കർമ്മമാണ്. എന്നാൽ നമ്മൾ കഴിവുള്ള ആൾക്കാർ പോലും പലരും മുൻകാലങ്ങളിൽ പ്രത്യേകം ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്ന് വയസ്സാകട്ടെ, ഒന്ന് പ്രായമായിട്ടൊന്ന് ഹജ്ജിന് പോകാമെന്നാണ്. നല്ല യുവത്വം ഉണ്ടാവും, അത്യാവശ്യം സാമ്പത്തികമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും, ഫാമിലി പലപ്പോഴും ഗൾഫിലേക്ക് വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും, മക്കളെ കൂട്ടുന്നുണ്ടാവും, നാട്ടിലേക്ക് വരുന്നുണ്ടാവും, പല രൂപത്തിലുള്ള അവരുടേതായ വിനോദങ്ങളിലും മറ്റും അവർ ഏർപ്പെടുന്നുണ്ടാവും. പക്ഷെ ഹജ്ജ് കർമ്മത്തെ പറ്റിയുള്ള ഒരു ശുഷ്കാന്തി, ഒരു പ്രത്യേകമായ ചിന്ത മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും വെച്ചു പുലർത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. എന്താണ് വിചാരിക്കുന്നത്? കുറച്ചത് വയസ്സായി മുട്ടിന് വേദനയായി അടക്കാൻ പറ്റാത്ത സമയത്ത് ഹജ്ജിന് പോയിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് പോകേണ്ടി വരിക. ഒന്നെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒന്ന് സഅയ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല, ഒന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല, തവാഫിൽ റംലിൻ്റെ നടത്തുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അതുപോലെ തന്നെയുള്ള മുസ്ദലിഫിലും മീനയിലൊക്കെയുള്ള വ്യാപാരങ്ങളും യാത്രകളും നടത്തുമൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റാത്ത, ആരോഗ്യമില്ലാത്ത സമയങ്ങളിലുള്ള ഹജ്ജല്ല വേണ്ടത്, ആരോഗ്യമുള്ള സമയത്തിലുള്ള ഹജ്ജാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിൽ നിങ്ങൾ ധൃതി കാണിക്കണം, ഹജ്ജിൽ നിങ്ങൾ ധൃതി കാണിക്കണം. എന്ന് വയസ്സായിട്ടെന്നല്ല, മെല്ലണപ്പോക്ക് എന്നല്ല, കാരണം വലിയ മഹത്വമാണ്. അൽ ഉംറത്തു ഇലാ ഉംറത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറത്തു ഇലാ ഉംറ, ഒരു ഉംറ മറ്റൊരു ഉംറ വരെ കഫാറത്തു ലിമാ ബൈനകുമാ, അതേ പ്രായശ്ചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ് എന്ന് പറയുന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. ഒരാൾ പുണ്യകർമ്മമായ ഹജ്ജ് പുണ്യമായ രീതിയിൽ ചെയ്തു, മറ്റൊരു ഉദ്ദേശം അയാൾക്കുണ്ടായില്ല, അല്ലാഹു അന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടെ, നല്ല നിയ്യത്തോടെ ഒരാൾ ഹജ്ജിന് പോയാൽ സ്വർഗ്ഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം അയാൾക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അത് അല്ലാഹുവിനുള്ള ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിവുള്ളവർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ്. നമുക്കൊരാൾക്ക് പൈസ കൊടുക്കാണ്ട്, കടം കൊടുക്കാണ്ട്, അത് അയാളുള്ള എൻ്റെ ബാധ്യതയാണ്. അതുപോലെ ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് കഴിവുണ്ട്, അത് ചെയ്യാതിരിക്കുക എന്നത് അല്ലാഹുവിനുള്ള ബാധ്യത അയാൾ നിർവഹിക്കാതിരിക്കുക എന്നതാണ് ചെയ്യുന്നത് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹജ്ജിന്റെ പ്രാധാന്യം പറയുമ്പോൾ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ജിസിയ പിരിക്കാൻ കൽപ്പിച്ചു എന്ന് അസറൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അൻ ഉമർ അന്നഹു ഖാൽ ലഖദ് ഹമംതു അൻ അബ്ഗസ റിജാലൻ ഇലാ ഹാദിൽ അംസാരി ഫയൻദുറു കുല്ല മൻ ലഹു ജദ്ദത്തുൻ വലം യഹുജ്ജു ഫയദ്രിബു അലൈഹിമുൽ ജിസിയ മാ ഹും ബിമുസ്ലിമീൻ. ഉമർ റളിയല്ലാഹു റിപ്പോർട്ട്, സാധ്യത ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാത്ത ആരൊക്കെയാണെന്ന് നോക്കാൻ ചില ആളുകളെ നിയോഗിക്കുകയും എന്നിട്ട് അവരുടെ മേൽ നികുതി ചുമത്തുകയും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയുണ്ടായി എന്നാണ്. ഉമർ റളിയല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. കാരണം അവർ മുസ്ലിങ്ങളല്ല, അദ്ദേഹം പറയാം അവർ മുസ്ലിങ്ങളല്ല. കാരണം അല്ലാഹുവായിട്ടുള്ള ബാധ്യത അവർക്ക് മനഃപൂർവ്വം നിർവഹിക്കാത്ത ആളാണ്. പലയിലുള്ള ഒരു അസർ കാണാൻ സാധിക്കും. മല്ലം യഗ്നഹു ഫിൽ ഹജ്ജി, അതുപോലെ തന്നെ ഹാജത്തുൻ ലാഹിറത്തുൻ ഔ സുൽത്താനുൻ ജായിറു ഔ മറദുൻ ഹബീസുൻ ഫമാത വലം യഹുജ് ഫൽയമതു ഇൻഷാഅല്ലാഹ് യഹൂദിയും നസ്രാനിയ. വ്യക്തമായ ആവശ്യം, അതായത് അക്രമിയായ ഭരണാധികാരി, പ്രതിബദ്ധം സൃഷ്ടിക്കുന്ന രോഗം മുതലായ ഇല്ലാതെ കഴിവുകൾ ഉണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെട്ടാൽ അവൻ യഹൂദനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിക്കട്ടെ എന്നുള്ള ഭീതി
അദ്ദേഹം പ്രകടിപ്പിച്ചതായി കാണാൻ സാധിക്കും. കഴിവുണ്ട്. അങ്ങനെ ഒരാൾ മരിച്ചാൽ അവൻ യഹൂദിയായിട്ടാണ് മരിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ടാണ് മരിക്കുന്നത് എന്നുള്ള ഭയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരുടെ ഹജ്ജിന് വലിയ വലിയ മഹത്വങ്ങളുണ്ട്, വലിയ വലിയ പവിത്രതകളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അയാളുടെ വാഹനം ഓരോ കാലടിയും വെക്കുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ ഓരോ വാഹനവും ഓരോ കാലടിയും വെക്കുന്നില്ല. ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്താതെയും ഒരു തിന്മ അയാൾക്ക് മായ്ക്കാതെയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ശൈഖ് അൽബാനിയൊക്കെ സഹീഹ് വിശുദ്ധ ഹദീസാണ്. ഫൈദാ വഖഫ ബി അറഫത ഫഇന്നല്ലാഹ അസ്സ വജല്ല യൻസിലു ഇല സമാഇ ദുനിയ ഫയഖൂൽ, അയാൾ അറഫയിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങിവെന്ന് പറയുമെന്നാണ്. ഉൻദുറു ഇലാ ഇബാദി ശുഖ്സൻ ഉബ്റാ, പൊടിപുരവും ശരീര ജടകുത്തിയ തരിയുമായി എൻ്റെ അടുത്ത് വന്ന എൻ്റെ അടിമനെ നിങ്ങൾ നോക്കൂ, അവരെ നോക്കൂ, തീർച്ചയായും ഞാൻ അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ അറഫയിൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ അടിമകളെ നോക്കി പറയുമെന്നാണ്. വൈൻ കാന അദദ ഖത്രി സമായി വ റംലിൽ ആലിജിൻ, പ്രസ്തുത പാപങ്ങൾ മഴത്തുള്ളിയോളമോ കുന്നുകൂടിയ മണത്തരികൾക്ക് തുല്യമോ ആണെങ്കിലും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. ഹാജിമാരുടെ പ്രത്യേകതയാണ്. വൈദാ റമൽ ജിമാറ ലാ യദ്രി അഹദും മാലഹു ഹത്താ യുവഫാഹു യൗമൽ ഖിയാമ, അയാൾ ജംറയിൽ കല്ലെറിഞ്ഞാൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പ്രതിഫലം പൂർത്തിയാക്കുന്നത് വരെ അയാൾക്കുള്ളത് എത്രയാണെന്ന് അറിയുകയില്ല, ആർക്കും അറിയുകയില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൈദാ ഖലഖ റഅസുഹു ഫലഹു ബികുല്ലി ശഅറത്തിൻ സഖതത് മിൻ റഅസിഹി നൂറു യൗമൽ ഖിയാമ, അയാൾ തലമുട്ടനം ചെയ്താൽ തന്റെ തലയിൽ നിന്ന് വീണ ഓരോ മുടിയിലും അന്ത്യനാളിൽ അയാൾക്ക് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ കഅബയിലുള്ള തന്നെ അവസാനത്തെ തവാഫ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുഞ്ഞിനെ പോലെ അയാൾ തന്റെ പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധനാകുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഴിവുള്ളവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ദീനായി കണ്ട് അതിൻ്റെ മഹത്വത്തെ മഹത്വമായി കണ്ട് ആ രൂപത്തിൽ ഏറ്റെടുത്ത് നടത്തുവാൻ നമുക്ക് ഏവർക്കുമുള്ള മഹത്തായ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദിൽഹിജ്ജയിൽ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക, ആ ഇബാദത്തുകളൊക്കെയും വർദ്ധിപ്പിക്കണം. കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ സൽക്രമങ്ങളുടെ സമ്മേളനത്തിന്റെ ദിവസമാണ് ദിൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ, പ്രത്യേകിച്ച് തഹ്ലീലുകളും തക്ബീറുകളും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതുപോലെ തന്നെയുള്ള ഇസ്തിഗ്ഫാർ, അതൊക്കെ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, തൗഹീദിനെ കുറിച്ച് പഠിക്കുക. എന്താണ് എൻ്റെ വിശ്വാസം, എന്താണ് തൗഹീദ്, അതിനെക്കുറിച്ച് പഠിക്കുക. കുറച്ച് സമയം മെനക്കെടുക. ഖുർആൻ പഠിക്കുക. ഖുർആൻ പാരായണം എന്നതല്ല, അത് പഠിക്കാൻ വേണ്ടി നോക്കുക. എന്താണ് അതിൻ്റെ അർത്ഥങ്ങൾ, അതെന്താണ് നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷം കൊണ്ട് ഇറക്കിയ ഈ വിശുദ്ധ ഖുർആൻ എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് സംസാരിച്ചത് എന്ന് വായിക്കുക, പഠിക്കുക. ആ രീതിയിൽ തെക്കുവ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക. പുണ്യകർമ്മങ്ങൾ എമ്പാടും ചെയ്യുക. പലിശ ഇടപാടുകൾ മുക്തമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സംഗീതം, സിനിമ, മ്യൂസിക്, വിനോദങ്ങൾ, മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം വെടിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, എപ്പോഴെങ്കിലും മരിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അല്ലാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും നിനക്ക് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ഭംഗം വരാതെ നീ സ്വീകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യുന്നേ. അല്ലാഹുവേ, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നാളെ മരിച്ചു കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നമ്മുടെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നീ നമുക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഈമാന്റെ വർദ്ധനവും ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഭാര്യമാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.